കാണുമെന്ന കുടുംബശ്രീ ലേറ്റസ്റ്റ് എപ്പിസോഡ് കഴിയണം. അപ്പോൾ ഇനി കാണാൻ പോകുന്ന എപ്പിസോഡ് നമ്മൾ കുറേ നാളുകൊണ്ട് മിസ് ചെയ്ത നല്ലൊരു വില്ലത്തിയില്ലേ, നമ്മുടെ സുസ്മിതയുടെ റീ എൻട്രി ആണ് കേട്ടോ ഇനി കാണുന്ന എപ്പിസോഡ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. അപ്പം ഈ വിഷ്ണുവിൻ്റെ അറസ്റ്റിൻ്റെ പിറകിലുള്ള മാസ്റ്റർ ബ്രെയിൻ എന്ന് പറയും നമ്മളെല്ലാവരും മധുശ്രീ മാത്രമെന്ന് കരുതെങ്കിൽ മധുശ്രീ മാത്രമൊന്നും അല്ല കേട്ടോ. അതിൻ്റെ പിറകെ മധുശ്രീനേക്കാളൊക്കെ അപ്പുറത്തോട്ടേക്കുള്ള ചിന്തയായിട്ട് നടന്നത് നമ്മുടെ സുസ്മിത തന്നെ. അപ്പം ജയിലിരുന്നുള്ള ആസൂത്രണം ചെറുതൊന്നും അല്ല. അത്രയ്ക്ക് വിഷ്ണുവിനെ കൊടുക്കാനുള്ള ഓരോ തന്ത്രവും നല്ല അടുക്കി അടുക്കി മെനഞ്ഞാണ് ഷാനിക്കിൻ്റെ പണി ഈ വിധം സുസ്മിത കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ഇതിൻ്റെ പിറകെ സുസ്മിതയുടെ മാസ്റ്റർ ബ്രെയിൻ ഉണ്ടെന്നുള്ള കാര്യം ഷാലിനി ആദ്യം ഒന്നും അറിയുന്നില്ല. കാരണം ഫസ്റ്റ് ഡൗട്ട് എപ്പോഴും മധുശ്രീ എന്ന രീതിയിൽ തന്നെ അന്വേഷണം കുറച്ചൊക്കെ വഴുതി പോകുന്നതാണ് ഇനി കാണാൻ പോകുന്ന എപ്പിസോഡിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എപ്പിസോഡ് തുടങ്ങുന്ന തന്നെ കാണിക്കുന്ന ഒരു കാര്യം എന്ന് പറയുമ്പോൾ വിഷ്ണുവിന് എന്താണ് അങ്ങ് ലോക്കപ്പിനകത്താക്കി കഴിഞ്ഞു. ലോക്കപ്പിൽ ആക്കിയിട്ട് ചൊറിയുന്ന വർത്താനം കൊണ്ട് ചന്ദ്രബോസ് കൂടെ അങ്ങോട്ടേക്ക് വിഷ്ണുവിൻ്റെ അടുത്ത് പോകുമ്പോൾ വിഷ്ണു എന്താണ് ഷാലിനി പറഞ്ഞില്ലേ സംയമനം പാലിക്കണം, അല്ലെങ്കിൽ വിഷ്ണുവേട്ടനെ കൊണ്ട് തന്നെ വിഷ്ണുവേട്ടന് എതിരായി ഇവർ കാര്യങ്ങളൊക്കെ നീക്കിയെടുക്കും. അതുകൊണ്ട് നമ്മൾ ഈ കാര്യത്തിനകത്ത് ഒരു അല്പം ബുദ്ധി പ്രയോഗിച്ചേ പറ്റത്തുള്ളൂ എന്നൊക്കെ വിഷ്ണുവിന് ഉപദേശമാണല്ലോ ഷാലിനി വിട്ടത്. അപ്പോൾ അതുകൊണ്ട് വിഷ്ണു എന്താണ് ചന്ദ്രബോസിനെ ഇട്ട് കൊടുക്കാനുള്ള പണിയും ചന്ദ്രബോസ് പറയുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ അടുക്കി പെറുക്കി ഞാൻ വെക്കുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ, അതുപോലെ ഇപ്പോഴും വിഷ്ണു അത് തന്നെ ചെയ്യുന്നുണ്ട്. പിന്നെ കൂടുതൽ അങ്ങോട്ടേക്ക് കയറി ചൊറിയാൻ നമ്മുടെ ചന്ദ്രബോസിന് ഇച്ചിരിയൊക്കെ പേടിയൊക്കെ തന്നെയാണ്. അപ്പം ഇതിൻ്റെ ഇടയ്ക്കകത്താണ് മോൻ എത്രയൊക്കെ തന്നെ വെറുക്കുന്നെങ്കിൽ പറഞ്ഞാലും മോൻ്റെ വെറുപ്പൊന്നും വലിയ കാര്യമല്ല. അവൻ അന്നത്തെ ദേഷ്യത്തിന് പറഞ്ഞതെന്ന് വെച്ചിട്ട് നേരെ സങ്കടപ്പെട്ടുകൊണ്ട് സത്യഭാമ എന്താണ് വിഷ്ണുവിനെ കാണാൻ വേണ്ടി ജയിലിൽ പോവാണ് കേട്ടോ. അപ്പം ജയിലിൽ സത്യഭാമ പോയിട്ട് അവിടെ ലോക്കപ്പിൻ്റെ പുറത്തേക്ക് ഇരുന്നിട്ട് ലോക്കപ്പിൻ്റെ അകത്തോട്ടേക്ക് എന്താണ് കൈയിട്ടിട്ട് വിഷ്ണുവിൻ്റെ തോളിലേക്ക് അങ്ങ് തൊടുക. വിഷ്ണുവിൻ്റെ തോളിൽ തൊടുമ്പം വിഷ്ണു എന്താണ് മുഖം പോലും കൊടുക്കുക. വിഷ്ണു അമ്മയെ കാണും തന്നെ മുഖം തിരിച്ചങ്ങോട്ടേക്ക് ഇരിക്കുവാണ്. പോയിക്കോണം ഇവിടുന്ന് മോനെ വിഷ്ണു, അമ്മ പറയുന്നൊന്ന് കേൾക്കടാ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് എനിക്ക് അമ്മയോട് സംസാരിക്കേണ്ട എന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ, അമ്മ ഇങ്ങോട്ടേക്ക് വരണ്ട, ഇവിടെ നിന്ന് പോകുന്നുണ്ടോ എന്ന് വിഷ്ണു ഒക്കെ ഭയങ്കര ദേഷ്യപ്പെട്ടു. അപ്പോൾ സത്യഭാമ ഒട്ടും ഇങ്ങനത്തെ റിയാക്ഷൻ പ്രതീക്ഷിച്ചില്ല. അപ്പോൾ ഈ പ്രതീക്ഷിക്കാത്ത റിയാക്ഷനാണ് വിഷ്ണുവിൻ്റെ കയ്യിൽ നിന്ന് കാണുമ്പോൾ സത്യഭാമയോട് ഇന്ന് വരെ മുഖം തിരിച്ചോ അല്ലെങ്കിൽ ഒരു കടുപ്പിച്ചൊരു വർത്താനം എന്താണ് വിഷ്ണു സത്യഭാമയോട് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇതൊക്കെ ഇട്ട് സത്യഭാമയ്ക്ക് ഭയങ്കര എന്താണ് ചങ്കി കൊണ്ട പോലെ ഇരിക്കും. കാരണം ഇത്രയും നാൾ ഷാലിനിയെ ദ്രോഹിച്ചും ഷാലിനിയുടെ മനസ്സിനെ കുത്തി നോവിച്ചെങ്കിൽ ഇന്നിത് ആദ്യമായിട്ട് മകൻ്റെ വായിൽ നിന്ന് അത്ര കൈപ്പേറിയ വാക്ക് കിട്ടുമ്പം ശാലിനി താൻ എന്തൊക്കെയാണ് ശാലിനിയെ പെടുത്തിക്കൂട്ടിയത് എന്നതിൻ്റെ ഒരു ചെറിയൊരു ഗ്ലിംസാണ് സത്യഭാമയ്ക്ക് ഓർമ്മ വരുന്നത്. ഇനി അടുത്ത റീ എൻട്രി ആരാന്നറിയോ, നമ്മുടെ സുസ്മിതയുടെ അടിപൊളിയായിട്ടുള്ള ഹസ്ബൻഡിൻ്റെ എൻട്രിയാണ്. അത് ആരാന്നൊക്കെ എല്ലാവർക്കും അറിയത്തില്ലേ, ജഗദീപേട്ടൻ തന്നെ. അപ്പം നമ്മുടെ ജഗദീപേട്ടൻ മറന്നിട്ടില്ലാത്ത ആൾക്കാരൊക്കെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇനി സുസ്മിതയെ കൊടുക്കാൻ പോകുന്ന പാര എന്ത് ലെവലായിരിക്കുന്നു കമൻറ്റ് ബോക്സിലേക്ക് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മുടെ ജഗദീപിൻ്റെ റീ എൻട്രിയാണ് ഇനി കാണാതിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ നമ്മൾ ഷാനി എന്താണ് വിഷ്ണുവിന് ബെയിലെടുക്കാൻ വേണ്ടിയിട്ട് ബെയിൽ ആപ്ലിക്കേഷനും കൊണ്ട് നേരെ എന്താണ് ഷാനി നേരെ അവിടെ എന്താണ് പോലീസ് സ്റ്റേഷനിൽ വരുമ്പോഴത്തേക്കും നമ്മുടെ ഈ ചന്ദ്രബോസ് പറയുകയാണ് മാഡം ബെയിൽ തരാൻ ഒരു നിർവാഹമില്ല. മാഡം പറയുന്ന നിയമമൊക്കെ എനിക്ക് മനസ്സിലാകും, പക്ഷേ നോൺ ബെയിലബിൾ വാറൻ്റാണ് വിഷ്ണുവിനെ പറ്റി ഇഷ്യൂ ചെയ്തിരുന്നത്. കാരണം ഈ നോൺ ബെയിലബിൾ വാറൻ്റ് ആക്കി മാറ്റാനായി ഏറ്റവും കൂടുതൽ മെനക്കെട്ട് കളിച്ചിരുന്ന സുസ്മിത തന്നെ. അപ്പം ഷാനി പറഞ്ഞത് ഇതിൻ്റെ പിറകിൽ വലിയൊരു കളിയുണ്ടെന്നുള്ള കാര്യമൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് ചന്ദ്രബോസെ. അത് ആരാണ് അതിൻ്റെ കൂട്ടാളിയും അതിൻ്റെ കൂട്ട് നിൽക്കുന്നവനൊക്കെ ആരാന്ന് ഞാൻ ഉറപ്പായിട്ട് കണ്ടുപിടിച്ചിരിക്കും. ഇത് ശാലിനി വിഷ്ണു പറയുന്നത്. അങ്ങനെ ശാലിനി കണ്ടുപിടിക്കുമ്പോൾ നിങ്ങൾ ഓരോരുത്തരും ഇതിന് വേണ്ടി ഉത്തരം പറയേണ്ട തന്നെ വരും എന്നൊക്കെ ശാലിനി എന്താണ് ഇങ്ങനെ ചന്ദ്രബോസിനോട് പറയുമ്പോൾ ചന്ദ്രബോസ് അത് അന്നേരം അല്ലേ മാഡം അന്നേരം വെച്ച് കാണുമെന്ന് പറഞ്ഞിട്ട് ചന്ദ്രബോസ് എന്താണ് കാരണം സുസ്മിതയുടെ ധൈര്യത്തിനകത്ത് വീണ്ടും അത്രയ്ക്ക് സുസ്മിതയുടെ ചിറ്റപ്പൻ അത്രയ്ക്കും കിടന്നങ്ങ് കളിക്കുവാണ്. ഈ വർത്തമാനം കേട്ടതിന് ശേഷം ഷാനി നേരെ വിഷ്ണുവിൻ്റെ അടുത്ത് വരാം. ഷാനി വിഷ്ണുവിൻ്റെ അടുത്ത് ഉറപ്പ് കൊടുക്കുകയാണ് വിഷ്ണുട്ടെ ഞാൻ ഇതിൻ്റെ അകത്തുനിന്ന് പുറത്തിറക്കും, ഞാൻ എത്ര കഷ്ടപ്പെട്ടാലും. അപ്പോഴും വിഷ്ണുവിന് ഭയങ്കര സങ്കടം, എടോ താൻ എന്നെ ഇങ്ങനെ നോക്കല്ലേ, കാരണം തന്നോട് ഞാൻ തന്ന വാക്ക് എനിക്ക് പാലിക്കാൻ പറ്റില്ല, എത്ര നാളാടോ നമ്മൾ ഇങ്ങനെ എന്താണ് ഓരോരോ പ്രശ്നങ്ങളാണ് നമുക്കിടയിൽ. അപ്പം ഷാനി പറയുന്നത് സാരയില്ല വിഷ്ണുവേട്ടാ, എത്രയൊക്കെ പ്രശ്നം വന്നാലും ഒരുമിച്ച് കൂടെ നിന്നിട്ടുള്ളവരല്ലേ നമ്മൾ, ഇനി നമ്മൾ ഒരുമിച്ച് തന്നെ കാണും. വിഷ്ണുവേട്ട മനസ്സ് തളരാൻ നിൽക്കില്ല, എന്തൊക്കെ പറഞ്ഞാലും ഇതിൻ്റെ പിറകെ കളിച്ചവരാരാണെങ്കിലും ഞാൻ ഇത് വെളിച്ചത്ത് കൊണ്ടുവന്നിരിക്കുന്നു. ഷാനി ഉറപ്പ് കൊടുക്കണം വിഷ്ണുവിന്. അപ്പം വിഷ്ണു ശാലിനി തമ്മിൽ പരസ്പരം നോക്കി എന്താണ് സങ്കടപ്പെടുന്നതും അവർക്ക് തമ്മിലൊരു റൊമാൻസ് വന്നില്ല എന്ന് പറഞ്ഞിട്ട് പോകുന്നതിൻ്റെ എന്താണ് ഒരു ജയിലിലെ കമ്പികളുടെ ഇടയിലുള്ള രീതിയിൽ അവരുടെ മനസ്സുകൾ തമ്മിലുള്ള അത്ര അടുപ്പം മാത്രമാണ് അവിടെ കാണിക്കുന്നത്. പിന്നെ ഷാലിനി നേരെ പോകുന്നത് ഈ കാർത്തികേയനെ തന്നെയാണോ ആ കരിഞ്ഞതെന്ന് അറിയാനായിട്ട് പറ്റത്തില്ല. അപ്പം ആ ഒരു കാര്യത്തിൻ്റെ ലാബ് റിപ്പോർട്ട് നോക്കാനാണ് പോകുന്നത്. അവിടെ നിന്ന് എന്തൊക്കെ കിട്ടിയെന്ന് നേരെ സുസ്മിതയുടെ ചിറ്റപ്പൻ അവിടെ എത്തുന്നതിന് മുന്നേ തന്നെ അവിടെ ഒരു പോലീസുകാരനെ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പം ആ പോലീസുകാരൻ നിൽക്കുന്നതിൻ്റെ കൂടെ തന്നെ നേരെ പോയിരിക്കുന്നത് നമ്മുടെ ശാലിനിയാണ്. പോയിട്ട് എന്തായാലും ചോദിക്കുമ്പോഴത്തേക്ക് അവിടെ ലാബ് റിപ്പോർട്ടൊന്നും ഇവിടുത്തെ വരെ റെഡി ആയിട്ടില്ല, അപ്പോൾ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളൂ. അപ്പം പറയുന്നുണ്ട് ഇമ്പോർട്ടൻറ്റ് കേസാണ്, ഇതിനകത്ത് ഒരു പിഴം വരാൻ പാടില്ല, എനിക്ക് എത്രയും വേഗം തന്നെ ലാബ് റിപ്പോർട്ട് ഇടാം. അപ്പോഴത്തേക്കും പറയുന്നത് മാഡം എല്ലാം കത്തിക്കരിഞ്ഞിരിക്കുന്നതുകൊണ്ട് അത് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഒന്നും എടുക്കാൻ പറ്റുന്നില്ല, കാരണം അത്ര എന്താണ്
പ്രിസൈസ് ആ ഡീറ്റെയിൽസ് ഒന്നും ഇപ്പോഴത്തേക്ക് കിട്ടുന്നില്ല. അതുകൊണ്ട് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പരിശോധിച്ചാൽ മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. പിന്നെ ഫിംഗർ പ്രിൻസിൻ്റെ കാര്യമൊക്കെ എന്തായി? അവിടെ നിന്ന് കിട്ടിയ ഫിംഗർ പ്രിൻസിനകത്ത് വിഷ്ണുവിൻ്റെ കൈയുടെ ഫിംഗർ പ്രിൻസ് എന്തെങ്കിലും മാച്ച് വരുന്നുണ്ടോ, എന്തൊക്കെയാണ് കാര്യം ചോദിക്കുമ്പോഴത്തേക്കും ഫിംഗർ പ്രിൻസിൻ്റെ കാര്യമൊക്കെ ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റ് നോക്കി വരുന്നതേ ഉള്ളൂ. അപ്പോൾ മാഡം കുറച്ചും കൂടി സാവകാശം തന്നാൽ പറയും. എത്ര സാവകാശം തരണമെന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. ഈ കേസ് എത്രയും വേഗം തീർക്കണം. കാരണം ഈ കേസ് എനിക്ക് എത്രയും വേഗം തെളിയിച്ചേ പറ്റുള്ളൂ. എനിക്ക് അത്രയ്ക്ക് പ്രാധാന്യപ്പെട്ട കേസ് ശാലിനി തന്നെ അവിടെ ചെന്ന് പറയുമ്പോഴത്തേക്കും മാഡം മനസ്സിലാവുന്നുണ്ട്. ആദ്യം തന്നെ റിപ്പോർട്ട് വന്നാൽ ആദ്യം എന്നെ വേണം അറിയിപ്പിക്കുന്നത്. ശാലിനി അവിടെ തന്നെ ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടാണ് ശാലിനി അവിടെ നിന്ന് ഇറങ്ങാൻ നിൽക്കുമ്പോൾ ശാലിനിക്ക് പെട്ടെന്ന് മറ്റൊരു കാര്യം ഓർമ്മ വരുമോ? കത്തിക്കഴിഞ്ഞ അവശിഷ്ടം കിട്ടിയ ആ ഒരു കാറില്ലേ, ആ കാർ ആറ് ഉടമസ്ഥയിലുള്ളതാണ്. അത് ഏതൊക്കെ റൂട്ടിൽ കൂടെ സഞ്ചരിച്ച് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കിട്ടിയോന്ന് ചോദിക്കുമ്പോഴത്തേക്കും മാഡം അത് ഇതുവരെ അന്വേഷണം എന്ന് പറയുമ്പോൾ നിങ്ങൾ പിന്നെ ഇത് എന്ത് ചെയ്തുകൊണ്ടിരിക്കുക, അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ എനിക്ക് എത്രയും വേഗം കിട്ടിയേ പറ്റുള്ളൂ. ഈ കേസ് എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ശാലിനി എന്താണ് ആ റിപ്പോർട്ട് വേഗം ശാലിനിക്ക് തന്നെ കിട്ടണമെന്ന് പറഞ്ഞിട്ട് ശാലിനി അവിടെ നിന്ന് ഇറങ്ങി പോന്നേ കാണിക്കുന്നത്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ പപ്പിമോളും സത്യമോളൊക്കെ കൂടെ ചേർന്നിട്ട് വിഷ്ണു എന്താണ് തിരിച്ച് വീട്ടിൽ എത്തിയെന്നൊക്കെ നമ്മൾ സത്യമോൾ ചോദിക്കുമ്പോൾ ഇല്ല വിഷ്ണു അച്ഛൻ എന്താണ് പിടിച്ചുകൊണ്ട് പോയിരിക്കില്ലെന്നൊക്കെ നമ്മുടെ പപ്പിമോൾ എന്താണ് ശാലിനിയുടെ മോളോട് പറയുവാണ്. അപ്പോൾ രണ്ടുപേരും കേട്ട് ഭയങ്കര സങ്കടമായിപ്പോല്ലോ, ഇത് എന്തൊക്കെ ചെയ്യുന്ന വെച്ചിട്ട് അവർ രണ്ടുപേരും സങ്കടപ്പെട്ട് ഒരു അമ്പലത്തിൻ്റെ വാതിലിനകത്താണ് അവർ രണ്ടുപേരും ഇരിക്കുന്നത്. അപ്പം സ്മിതയും ചിറ്റപ്പനും തമ്മിൽ സംസാരിക്കാതെ ഇതിൻ്റെ പിറകിൽ മധുശ്രീ ചെയ്ത് കൊടുത്ത ഹെൽപ്പൊക്കെ പറയണം. അതായത് മധുശ്രീ തന്നെയാണ് ഇതിൻ്റെ പിറകിൽ ആദ്യം കുറച്ചൊക്കെ ഇവിടെ നിനക്ക് കാര്യങ്ങളൊക്കെ റൂട്ടൊക്കെ എളുപ്പമാക്കി തന്ന അവൾ തന്നെയാണ്. അവൾ എനിക്ക് കണ്ണടിച്ച് കാണിച്ചപ്പോഴാണ് എനിക്ക് ബാക്കിയുള്ള ഡീറ്റെയിൽസും കാര്യമൊക്കെ മനസ്സിലായത്. ചിറ്റപ്പൻ അവിടെ നടന്ന സംഭവങ്ങളൊക്കെ പറയുകയാണ്. അതായത് ഈ മധുശ്രീയുടെ മുന്നിൽ വെച്ച് കല്യാണം നടക്കാനിരുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, വിഷ്ണുവിൻ്റെയും അതുപോലെ മധുശ്രീയുടെ കല്യാണം ആദ്യം നടക്കാനിരുന്നത്. പിന്നെ അതിനുശേഷം എന്താണ് മധുശ്രീക്ക് പകരം മധുശ്രീ കാർത്തിക് കയ്യിലെടുത്തതും കാർത്തിക് വെച്ച് പാവയാക്കി കളിച്ചുകൊണ്ടിരുന്ന കാര്യവും കാർത്തിക് സത്യമൊക്കെ മനസ്സിലായി. വിഷ്ണുവിൻ്റെ കഴുത്തിലെ താലി അവളുടെ കഴുത്തിൽ വീഴാൻ അവൾ സമ്മതിക്കില്ലെന്ന് കണ്ടപ്പോഴത്തേക്കും കാർത്തികയുടെ ചുവട് മാറ്റത്തിന് അടിപൊളിയായിട്ട് മധുശ്രീ ഒതുക്കിയതിൻ്റെ കാര്യം അത് നിനക്കൊരു ഉപകാരമായി മാറി മോളെ. അതിൽ കയറിയാണ് നമ്മൾ ഈ പിടിച്ച് കളിച്ചിരിക്കുന്നത്. എന്നിട്ട് നീ പറഞ്ഞ അനുസരിച്ചല്ലേ മറ്റാരെയും ഒരു കാര്യമൊക്കെ എടുത്തിട്ട് ഞാനത് കാർത്തികാന്നൊക്കെ സ്ഥാപിച്ച് വെച്ചിരിക്കുന്നത്. അവർ രണ്ടുപേരും തമ്മിൽ സംസാരിക്കുന്നതൊക്കെയാണ് കാണിക്കുന്നത്. അപ്പോൾ അതിനർത്ഥം കാർത്തിക് ഇന്നും ജീവനോടെ തന്നെ ഉണ്ട്. ഇവരുടെ പാക്കിലുള്ള ഒരു കളി മാത്രമാണേ ഉള്ളൂ ഇങ്ങനെ കാർത്തികനെ മുൻനിർത്തി ഈ ഒരു കളിയെ കളിക്കുന്നത്. ചിറ്റപ്പൻ എന്താ വെച്ചാൽ എനിക്ക് ഈ കാര്യമൊന്നും അറിയത്തില്ല. മധുശ്രീനെ ഈ കളിയിൽ ഇറക്കിയത് തന്നെ ഞാനാണ്. പിന്നെ എനിക്കൊന്നും അറിയാത്ത വലിയൊരു ഹിസ്റ്ററി ഉണ്ട്. എനിക്ക് എത്രമാത്രം ശാലിനിയോട് വെറുപ്പുണ്ടോ അതിൻ്റെ 10 ഇരട്ടി വെറുപ്പാണ് ഈ മധുശ്രീക്ക് ശാലിനിയോടുള്ളത്. അതവർ പണ്ടത്തെ ഒരു എന്താണ് സിവിൽ സർവീസ് ട്രെയിനിങ്ങിന് അവിടെ പോയപ്പോൾ ഉള്ള രണ്ടുപേരും തമ്മിലുള്ള ഒരു അടിയും വഴക്കിനകത്തുള്ള ഒരു കാര്യമാണ്. ഇവൾ നല്ലൊരു പാര അവക്കിട്ട് കൊടുത്തതിൻ്റെ വെറുപ്പ് ഇന്നും മനസ്സിൽ കൊണ്ട് നടക്കുവാണ് മധുശ്രീ. അതുകൊണ്ട് ഞാനിനി അകത്തായാലും പുറത്തായാലും ശാലിനിക്ക് സ്വസ്ഥത കാണത്തില്ല. മധുശ്രീ ഉടൻ തന്നെ ഇവിടെ ഉള്ളത് ഉണ്ടെന്ന് എനിക്ക് അപ്പോഴേ അറിയാം. അതായിരുന്നല്ലോ എൻ്റെ ഏറ്റവും വലിയ സ്വസ്ഥതയും സമാധാനം തന്നെ. ഞങ്ങൾ ഇവക്കെതിരെ വലിയൊരു പ്ലാൻ ചെയ്തുകൊണ്ടിരുന്നപ്പം തന്നെയാണ് ഇങ്ങനെ കാര്യങ്ങൾ സംഭവിച്ചത്. ശാലിനിയുടെ ശത്രു ഇപ്പോൾ ഒന്നല്ല, ഞാൻ സുസ്മിത മാത്രമായിരുന്നു ആദ്യത്തെ ശത്രു. ഇപ്പോൾ സുസ്മിതയും മധുശ്രീയും അതുപോലെ ബാലചന്ദ്രനുണ്ട്. എന്തിന് ചിറ്റപ്പന് വരെ ആ ഒരു ശത്രുത ഇല്ലേ അവളോട്? കാരണം ഇപ്പം നമ്മുടെ എല്ലാ കയ്യിലും വീഴേണ്ടിരുന്ന വലിയ തുകകളല്ലേ, അമിത് ഗ്രൂപ്പിൻ്റെ തുകയല്ലേ അവൾ നമുക്ക് എല്ലാവർക്കും ഒടിച്ച് കൈ മടക്കി തന്നത്. പിന്നെ അമിത് ഗ്രൂപ്പിൻ്റെ ആൾക്കാരും അവക്കെതിരെ കളിക്കാതിരിക്കുമെന്ന് ചിറ്റപ്പന് തോന്നുന്നുണ്ടോ? എല്ലാവരും കൂടെ ഒരുമിച്ച് കളിക്കുമ്പോൾ ശാലിനി ഒറ്റയ്ക്ക് നിന്ന് എത്ര മാത്രം ഒരു ചായക്കടക്കാരിയുടെ മോളുടെ ബുദ്ധി എത്രയൊക്കെ വലിയ സിവിൽ സർവീസിൻ്റെ കളക്ടറാന്ന് പറഞ്ഞാലും അതിനൊരു പരിധിയില്ലേ ചിറ്റപ്പ. പിന്നെ ഈ മധുശ്രീ ചെയ്തതിൽ വലിയൊരു ഉപകാരം എന്താണെന്ന് അറിയോ? വിഷ്ണു ഈ കാർത്തികെ നല്ലപോലെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ഫോട്ടോ രംഗം ഉണ്ടല്ലോ, അതവൾ വീഡിയോ ആയിട്ട് എടുത്ത് തന്നത്. ആ വീഡിയോ അങ്ങോട്ടേക്ക് ഈ ശാലിനിയുടെ മുന്നിൽ അവിടെ നിന്ന് സത്യാമ്മയുടെ മുന്നിലൊക്കെ കാച്ചി കൊടുത്തപ്പോഴത്തേക്കും പിന്നെ ആർക്കും ഒരു അക്ഷരമില്ലായിരുന്നു. കാരണം വിഷ്ണു ഇത് ചെയ്തിട്ടില്ല എന്ന് സ്ഥാപിക്കാനായി അവരുടെ കയ്യിലൊരു വാദമില്ലാത്ത രീതിയായിപ്പോയി. വിഷ്ണു മുൻകൂട്ടി തന്നെ അവളോട് വിഷ്ണുവിനൊരു വൈരാഗ്യ ബുദ്ധി ഉണ്ടായിരുന്നെന്ന് ഇങ്ങനെ ഒരു വീഡിയോയ്ക്കകത്ത് തെളിയിക്കാൻ പറ്റും. ഇത് തന്നെ ആയിരിക്കും മോളെ നമുക്ക് ഏറ്റവും വലിയൊരു വാലിഡ് പോയിൻ്റായിട്ട് കോടതിയിൽ നിൽക്കുന്നത്. പിന്നെ ശാലിനി ചുമ്മാതൊന്നും ഇരിക്കത്തില്ല. അവളെ നീ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്ത് നമ്മൾ അവളെ എപ്പോഴൊക്കെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തിട്ടുണ്ടോ അന്നേരമൊക്കെ അവളുടെ ബുദ്ധിരാക്ഷസി അവൾ നമുക്ക് മേളിൽ ഒരു പടി ചവിട്ടി കയറിയിട്ടേ ഉള്ളൂ. അതുകൊണ്ട് മോളെ നീ ചിന്തിക്കുമ്പം കുറച്ചും കൂടെ സ്മാർട്ടായിട്ട് ചിന്തിക്കുന്നത്. നമ്മൾ ജയിക്കുമെന്ന് പ്രതീക്ഷ എത്രയോ കളിയിലാണ് അവൾ നമ്മളെ തോപ്പിച്ചിരിക്കുന്നത്. അപ്പം ഈ വെട്ടം അതുപോലെ ആകാൻ പാടില്ല. ഈ വെട്ടം തോൽവി ശാലിനിക്ക് തന്നെ ആയിരിക്കണം എന്ന് പറഞ്ഞ് ചിറ്റപ്പൻ എന്താണ് സുസ്മിത ഉപദേശിക്കുന്നതൊക്കെ കാണിച്ചാണ്. ഇനി അടുത്ത കാണാൻ പോകുന്ന എപ്പിസോഡ് എനിക്ക് പറയാം. അപ്പോൾ ഇതാണ് ഇനി കാണാൻ പോകുന്ന കുറിച്ച് നെക്സ്റ്റ് എപ്പിസോഡിൻ്റെ ഏറ്റവും വലിയ റിവ്യൂ. അപ്പോൾ എല്ലാവരും കാണുക, ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ പ്രസ് ചെയ്യാനും കമൻസ് ഷെയർ സൈസിന് ആരും മറക്കണ്ട. ബൈ.